ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ റഷ്യയിൽ ഉത്ഭവിച്ച മനോഹരമായൊരു കഥയുണ്ട്. ഒരു നദിയുടെ തീരത്ത് വസിച്ചിരുന്ന ഒരു തേളിന് നദിയുടെ അപ്പുറത്ത് എത്തണമെന്ന വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ ഒഴുക്കുള്ള നദിയിലൂടെ നീന്തി അക്കരെ എത്തുക എന്നത് തനിക്ക് സാധിക്കില്ല എന്നറിയാമായിരുന്ന തേൾ ഒരിക്കൽ നദിയിൽ ജീവിച്ചിരുന്ന ഒരു തവളയുടെ സഹായം തേടി. എനിക്ക് നദിയുടെ അപ്പുറം എത്തണം, ദയവായി എന്നെ സഹായിക്കാമോ? തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു മണ്ടനാണെന്നാണോ നീ കരുതിയത്? നിന്നെ എൻ്റെ പുറത്ത് കയറ്റിയാൽ നീ നിന്റെ വിഷമുള്ള കാലുകൾ കൊണ്ട് എന്നെ കുത്തുകയില്ലേ? എന്നിട്ട് എന്നെ കൊല്ലാനല്ലേ? അത് കേട്ട് തേൾ പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്നെ കുത്തിയാൽ ഞാനും വെള്ളത്തിൽ മുങ്ങി ചാകില്ലേ? നീ യുക്തിപൂർവ്വം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തവളെ ആലോചിച്ചു നോക്കിയപ്പോൾ ശരിയാണ്. തേൾ തന്നെ കുത്തിയാൽ തേൾ വെള്ളത്തിൽ മുങ്ങിച്ചാകും. അതുകൊണ്ട് അവൻ തന്നെ ഉപദ്രവിക്കില്ല എന്ന വിശ്വാസത്തിൽ തേളിനെ സഹായിക്കാൻ തവള തയ്യാറായി. അങ്ങനെ തവളയുടെ പുറത്തിരുന്ന് തേൾ അക്കരയ്ക്ക് യാത്രയായി. എന്നാൽ വെള്ളത്തിന് നടുവിലെത്തിയപ്പോൾ തേളിന്റെ വിഷമുള്ള കാലുകൾ തവളയുടെ പുറത്ത് തുളഞ്ഞു കയറി. തവള വേദനയോട് ചോദിച്ചു, നീ എന്നെ കുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുത്തിയത് എന്തിനാണ്? തേൾ പറഞ്ഞു, ക്ഷമിക്കണം, കുത്തുക എന്നത് എൻ്റെ അടിസ്ഥാന സ്വഭാവമായി പോയി. എനിക്കത് മാറ്റാൻ കഴിയുകയില്ല. സഹായിക്കുക എന്നതാ നല്ല സ്വഭാവം മാത്രമുണ്ടായിരുന്ന തവള വേദനയോടെ വെള്ളത്തിൽ മുങ്ങി. കൂടെ തേളും. രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിപ്പോയി. മറ്റുള്ളവരെ സഹായിക്കുക എന്നതൊക്കെ നല്ല സ്വഭാവമാണ്. പക്ഷേ നമ്മെ നശിപ്പിക്കാൻ മാത്രം കൂടെ കൂടുന്നവരെ സഹായിക്കാനോ അവരോട് ചെങ്ങാത്തം കൂടാനോ പോകുന്നത് ഒരിക്കലും നല്ലതല്ല. ദുഷ്ടന്മാരുടെ പാതയിൽ പ്രവേശിക്കരുത്. ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയും വരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതിൽ സഞ്ചരിക്കരുത്. അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല. ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ പറയുന്നു. ചിലരുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ആരെയെങ്കിലും ഉപദ്രവിച്ചില്ലെങ്കിൽ, ആരുടെയെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് 4 പേരോട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. അങ്ങനെയുള്ളവരുടെ തേൻ പുരട്ടിയ വിഷവാക്കുകൾക്ക് മുന്നിൽ പെട്ടുപോയാൽ നമ്മുടെ ജീവിതവും തകർന്നു പോകും എന്നത് മറക്കരുത്. സ്നേഹിക്കാം, സഹായിക്കാം, കരുതാം. പക്ഷേ അത് അർഹതയുള്ളവർക്കേ പകരാവൂ. ഇല്ലെങ്കിൽ ദുഃഖം മാത്രമായിരിക്കും ഫലം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടും പോൽ നാഥൻ നൽകിയിടുന്നു. ഇന്നു തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടും.